ഹലോ സുഹൃത്തുക്കളെ, അപ്പം വെൽക്കം ടു ദ റിസപ്ഷൻ പാർട്ടിയിലെ ഫുഡ് വ്ളോഗ്. അപ്പം നമുക്ക് ഇവിടുത്തെ മെനു എന്തൊക്കെയാണെന്ന് പയ്യെ ചെക്ക് ചെയ്ത് നോക്കാം. ലെറ്റ്സ് ഗോ. നമ്മുടെ സ്റ്റാർട്ടേഴ്സ് വന്നു. നമുക്ക് നോൺ വെജിലും വെജിലായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉള്ള സ്റ്റാർട്ടേഴ്സാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനും എൻ്റെ ഡാഡി കൂളിലൂടെ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡാഡി കൂള് കുറച്ച് കഴിഞ്ഞ് ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറയും. നമ്മളിരിക്കുന്ന ടേബിളിൻ്റെ അടുത്തോട്ട് വന്നിട്ട് ഓരോ ഐറ്റംസ് സെർവ് ചെയ്യാണ് നമ്മുടെ ബോയ്സ്. ഈ കാണുന്നതാണ് മട്ടൺ സീ കബാബും പിന്നെ പനീർ ടിക്കയും ഒരു പപ്സ് പോലത്തെ ഒരു ഐറ്റം. അതിനകത്ത് അകത്ത് ഫില്ലിങ് വരുന്നത് മട്ടനാണ്. ഡാഡി പറയുന്നത് വെച്ചാൽ ഇതൊന്നും കഴിക്കണ്ട, ഈ മട്ടൺ സീ കബാബ് ഒരു ടേസ്റ്റ് ഇല്ല, അപ്പോൾ അത് കഴിക്കണ്ട, അപ്പോൾ നമ്മളൊരു ചലഞ്ചായിട്ട് കരുതണം, ടേസ്റ്റ് ഉള്ള മാത്രം കഴിക്കുക. അപ്പം എന്തോന്നറിയില്ല. ഈ കേ ഫിഷ് വന്നു കേട്ടോ. നമുക്ക് ഈ ടിക്കയുടെ കൂടെ എല്ലാം കഴിക്കാൻ വേണ്ടി പക്ഷേ ഞാൻ ചട്നി ഒന്നും യൂസ് ചെയ്തില്ല. ഇപ്പോൾ ഫിഷ് ടിക്ക ആയിരുന്നു ഇത്. ഫുഡ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ലെന്നുള്ളൂ. ഫിഷ് എങ്ങനെയുണ്ട്? ഫിഷ് എങ്ങനെയുണ്ട്? ഫിഷ് എങ്ങനെയുണ്ട്? പോരല്ലേ? ഏതാ നല്ല? പനീർ എങ്ങനെയുണ്ട്? പനീർ കൊള്ളാം അല്ലേ? ചില്ലി ചിക്കനും കൊള്ളായിരുന്നു. അപ്പം ഫിഷ് നോട്ട് അപ് ടു ദ മാർക്ക് അല്ലേ? എന്താ പറയാത്തെ? ഡാഡി കുറച്ച് ക്യാമറ ഷൈ ആട്ടോ ഉണ്ടായിരുന്നു. എല്ലാം നല്ല ഫുഡായിരുന്നു അല്ലേ? മീന് രസം ഉണ്ടായിരുന്നു അല്ലേ? പനീറും കൊള്ളായിരുന്നു. എല്ലാ ഐറ്റംസും നല്ലതായതുകൊണ്ട് ബാക്കി ഇരിക്കുന്നുണ്ടോ. സ്റ്റാർട്ടർ കഴിച്ചത് മതി, ബാക്കി മെയിൻ കോഴ്സ് പിടിക്കാന്ന് പറഞ്ഞ ഡാഡി ദേ പിന്നെയും വിളിച്ചു വരുത്തി ചില്ലി ചിക്കൻ വീണ്ടും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സ്റ്റാർട്ടർ കഴിക്കണ്ടെന്ന് പറഞ്ഞ ടീമാണ്. മീൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞാണ്. എന്നിട്ട് വീണ്ടും ഏക്കോർദേതോ എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അടുത്ത ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ റിസോർട്ടിന് ചുറ്റുമുള്ള ബാക്കി സ്റ്റോളുകളിൽ നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആയിരുന്നു തന്നെ പാവ് ഭാജി കേട്ടോ. ഈ കാണുന്ന തവയിൽ പാവ് അഥവാ ബണ്ണ് പുള്ളി ചുട്ട് തള്ളുന്നുണ്ട്. കനത്തിൽ തന്നെ ബട്ടർ ഇട്ടിട്ടാണോ ചൂട്ടുന്നത്. നല്ല ടേസ്റ്റ് ആയിരിക്കണം, നല്ല ക്രീമി ബട്ടർ സാധനമായിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും ഒരു പാവ് ഭാജി കഴിക്കാമെന്ന് വിചാരിച്ചു. പാവ് സെറ്റ് ആയിക്കോട്ടെ, ഭാജി റെഡി ആകുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്ലേറ്റ് നീട്ടി പരിപാടി എങ്ങനെയുണ്ട് നോക്കാം. നമുക്കിനി നമ്മുടെ റിസപ്ഷൻ പാർട്ടിയുടെ മെയിൻ ബാങ്കറ്റ് ഹോളായ ഉള്ളിലേക്ക് കയറി നോക്കാം. ഇവിടെ നീണ്ട ഒരു നേരം ബുഫേ ഐറ്റംസ് ആണ്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ റൈസ്, മുർഗ് ദോ പ്യാസ്, ഒരു സ്പെഷ്യൽ കോഴിക്കറി, അപ്പുറത്ത് കശ്മീരി വസ്വാൻ്റെ മെയിൻ ഐറ്റം റോഹൻ ജോഷ്. ഇതാണ് മട്ടൺ റോഹൻ ജോഷ്, മെയിൻ സാധനം കേട്ടോ. വസ്വാൻ്റെ ഭയങ്കര ടേസ്റ്റ് ആണെന്ന് പറയുന്നത്. ഞാൻ കശ്മീരിൽ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ജമ്മു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് റോഹൻ ജോഷ്. റോഹൻ ജോഷ് റെഡി കൊള്ളാമല്ലേ? കിട്ടില്ല സാധനം. പാസ്തയും ബാക്കി ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പാസ്ത, കുറച്ച് സാലഡ്സ്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. വെജീസ്, വാവ്, നല്ല ഹെൽത്തി ഐറ്റം തന്നെ. അപ്പോൾ ഇതൊന്നും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ലോഡ് കണക്കിന് വെജീസ്, സവാള, തക്കാളി, കുക്കുംബർ, പിന്നെ വെള്ള സാധനം. ഇതാണ് മെയിൻ റാഡിഷ്. ഇവിടെ ജമ്മുവിൽ റാഡിഷ് ഭയങ്കര കോമൺ ആട്ടോ. സാലഡിന്റെ മെയിൻ ഭാഗമാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ കിട്ടാറില്ല. അങ്ങനെ കുറച്ച് ജീര റൈസും കുറച്ച് പനീർ കറിയും കൂടെ എടുത്തിട്ട് ഞാൻ എൻ്റെ ഫസ്റ്റ് പ്ലേറ്റ് കഴിക്കാൻ തുടങ്ങി. അതിനുശേഷം നേരെ റൗണ്ട് 2 നമ്മൾ കുറച്ച് സ്റ്റീംഡ് റൈസും കുറച്ച് വെജീസും മെയിൻ ഐറ്റം മട്ടൺ റോഹൻ ജോഷ് എടുത്തു. റോഹൻ ജോഷ് നല്ല കിഡിലൻ ഐറ്റം, കിഡിലൻ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇവിടെ കുറേ ബുഫേ ഐറ്റംസ്, കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട്. എന്ത് ചെയ്യാം, വയറ് ഫുള്ളായി. പക്ഷെ ഫുള്ളായെങ്കിൽ എന്താ, ഡെസേർട്സ് നമുക്ക് കഴിക്കാതിരിക്കാൻ പറ്റില്ല. കുറേ വെറൈറ്റി ഡെസേർട്സ്. ആ കേക്കൊക്കെ ഞാൻ ഒഴിവാക്കി. പകരം ഇതാണ് ഷാഹി കാ തുക്കട. അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണമല്ലോ. ഇത് എന്താണ് ഐറ്റം എന്നറിയില്ല, നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഇപ്പുറത്ത് നല്ല സുടുസുടാ ജിലേബി ചുട്ട് തള്ളുന്നുണ്ട്. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. ഞാൻ പണ്ട് മണാലി പോയപ്പം ബിക്കാനർ ജിലാബി എന്ന് പറയുന്ന സാധനം ഇങ്ങനെ ചൂട് ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒരു സംഭവമാണ് എനിക്കിപ്പോൾ ഓർമ്മ വന്നത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഇത് കാണാൻ വേണ്ടി. അപ്പം നമുക്ക് റബഡി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഷാഹിക്കത്ത് കൂടെ എടുത്തു, ജിലേബി എടുത്തു, റബഡി എടുത്തു. ഇനി കുറച്ച് ഗാജർ ka ഹൽവ ഉണ്ട്, അതുകൂടെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. പിന്നെ ഐസ്ക്രീം ഉണ്ടല്ലോ, കൊള്ള സെറ്റ്. അങ്ങനെ ഗാജർ ka ഹൽവ എടുത്തു, ഐസ്ക്രീമും കഴിച്ചു. അങ്ങനെ ഡെസേർട്ട് സെറ്റപ്പ് കിട്ടില്ല. ഫൈനലി ഇവിടെ ഒരു ഡ്രിങ്ക്സ് കൗണ്ടർ ഉണ്ട്. സോറി, മദ്യമല്ല കേട്ടോ, ജ്യൂസും കോക്ടെയിൽസ് ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ സോഡയും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത് കാണാം. പിന്നെ ഇവിടെ കുറേ മൊഹിറ്റോസിൻ്റെ കുറേ ഫ്ലേവേഴ്സും കാണാം. അത്യാവശ്യം സോഫ്റ്റ് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. മിക്ക ആൾക്കാരും നിംബുപ്പാനിയാണ് കുടിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടി. ഓക്കെ, ബൈ.